ഹലോ സുഹൃത്തുക്കളെ, ഹാജിമാർ ഹജ്ജിൻ്റെ പ്രവർത്തനങ്ങളിൽ മുഴുകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നല്ല ഉപദേശങ്ങൾ കേൾക്കാൻ വേണ്ടി യൂട്യൂബുകൾ തുറന്നു നോക്കുമ്പോൾ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പക തീർക്കലും കുറ്റപ്പെടുത്തലും മറ്റുള്ളവരെ മോശപ്പെടുത്തലും ഓരോ രംഗങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇവിടെ കുരുവട്ടൂരി കള്ളത്തരിക്കത്തുകാർ AP വിഭാഗത്തിൻ്റെ പിന്നാലെ കൂടിക്കൊണ്ട് അവർക്ക് ഇവിടെ എന്തെങ്കിലും ഒരു നന്മ ചെയ്യാൻ ഏതായാലും കഴിയില്ല. ആരെങ്കിലും എന്തെങ്കിലും നന്മ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ മുടക്കാനും എന്നതുപോലെ തന്നെ നിങ്ങളെ വട്ടപൂജ്യമാക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ മോശമാകുന്ന വാക്കുകൾ ഇവിടെ പ്രയോഗിക്കുകയാണ്. ഇപ്പോൾ ഇവർ പറയുന്നത് CM വലിയുള്ളാനെ AP വിഭാഗം ഇവിടെ ആക്ഷേപിച്ചു, അദ്ദേഹത്തിന് നന്മയില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഒരൊറ്റ വാചകം AP വിഭാഗം ഈ CM മടവൂരിനെ ആക്ഷേപിച്ചത് ഇവിടെ ആർക്കും അറിയില്ല. ഇനിയിപ്പോൾ CM മടവൂർ എന്ന് പറയുന്ന ഒരു വലിയ തന്നെ ഇല്ല എന്ന് നമ്മളവിടെ വിശ്വസിച്ചു. എന്നാലും നമ്മുടെ ജാതിനെ പുറത്തുപോകുക മുസ്ലിക്കാവുകയൊന്നുമില്ല. ഈ ബാലപാഠം പോലും അറിയാതെ ഈ അടുത്ത് മരണപ്പെട്ടു പോയ ഒരു CM എന്ന് പറയുന്ന ഒരു വ്യക്തിനെ സംബന്ധിച്ച് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞുണ്ടാക്കിയാണ്ട് ജനങ്ങളുടെ ഇടയിൽ ആക്ഷേപിച്ച് കുറ്റം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുന്ന ഒരു ടീമാണ് ഈ കള്ളത്തരിക്കത്തുകാരായ കുരുവട്ടൂരികൾ. എന്ത് പറ്റി ഇവർക്ക്? ഇപ്പോൾ ഇവിടെ ഈ AP വിഭാഗത്തിൻ്റെ കുറ്റം കുറവ് നോക്കിയാണ്ട് നടക്കുകയാണ് ഇവരെ പണി. ഇവർക്ക് സ്വന്തമായിട്ട് ഇബാദത്ത് ചെയ്യാനൊന്നുമില്ല. എന്തിനാണ് ഇവരിതിനൊക്കെ നടക്കുന്നത്? അവനവൻ്റെ കാര്യം നോക്കി നടക്കുന്നതിന് പകരം മറ്റുള്ളവരെ പോരായ്മ ന്യൂനത നോക്കി നടന്നിട്ട് ഇവരെ തരീക്കത്തിലെന്ന് പറഞ്ഞ് ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാനൊന്നുമില്ലേ? ഇല്ലാത്തത് കൊണ്ടാണത്. ഇപ്പോൾ ഇവിടെ ശേഖന്മാരെ പേര് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഇവിടെ അള്ളാൻ്റെ റസൂലിനെ പോലും കൽപ്പിക്കാത്തത്ര സ്ഥാനം ഇവിടെ മടവൂരിനുണ്ട് എന്നൊക്കെ അവർ പറയുന്നത്. അത് AP വിഭാഗം പറയണില്ലെങ്കിൽ ഓല് നിങ്ങളെ ഗ്രൂപ്പ് പെട്ടല്ലോ. എന്നതുപോലെ ഇവിടെ സമസ്തൻ്റെ ആളുകളും APക്കാരും മറ്റുള്ളവരും ഒന്നും എന്ത് ചെയ്യണില്ല, മടവൂര് വലിയ ഈ അള്ളാൻ്റെ റസൂലിൻ്റെ പേരാണെന്നോ അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾ പറയും പോലെ പഠിച്ചവനാണെന്നോ ഒന്നും പറയുന്നില്ല. പഠിച്ചവനാണെന്ന് ചോദിച്ചാൽ മടവൂര് പഠിച്ചവനാണെന്ന് പറയണതൊന്നും ആരും പറയുന്നില്ല. അദ്ദേഹം കേവലം ഒരു വ്യക്തി. അദ്ദേഹം മജ്ദൂബാർ വലിയായിരുന്നു എന്ന് ചെറുശ്ശേരി ഉസ്താദൊക്കെ പറഞ്ഞെങ്കിൽ അവിടെ നിൽക്കുക. അയാളെ നിന്ദിക്കാനും നിസ്സാരപ്പെടുത്താനൊന്നും ആരും പോകുന്നില്ല. ഇനിയിപ്പോൾ ഒരൊറ്റ വാചകം അവരിങ്ങനെ നിസ്സാരമാക്കി പറയും. വഹാബികളെപ്പോലെ തന്നെയാണ് നിങ്ങളും. കുറച്ചപ്പുറമായി. എന്താണ് ഇവർക്ക്? എന്തിനാണ് നിങ്ങൾ പിന്നാലെ കൂടുന്നത്? നിങ്ങൾക്കെന്ത് കാര്യം പോകേണ്ട കിട്ടും? അത് വിചാരിച്ചിട്ട് നിങ്ങളെ കോമാടൻ തരിക്കത്ത് വളരിട്ട് ചെയ്യും. തനിച്ച ഈ കിബറും അസദും